എറണാകുളം മുളവുകാട് യുവതിയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. 3 വയസ്സുള്ള കുട്ടിയെയും കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമാണ്. കൊച്ചിയിൽ നിന്ന് മാർട്ടിൻ ജോസഫ് ചേരുന്നുണ്ട്. മാർട്ടിൻ, എന്താണ് സംഭവിച്ചത്? കുട്ടിയുടെ ആരോഗ്യനില കൂടി. സേതുലക്ഷ്മി, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കൊച്ചി മുളവുകാട് സൗത്ത് ധരണി ഹൗസിൽ ധനിക പ്രഭാകരനെ കഴുത്തറുത്ത നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപത്ത് തന്നെ ബെഡിൽ കഴുത്തറുത്ത നിലയിൽ തന്നെ കുട്ടിയെയും 3 വയസ്സുള്ള കുട്ടിയെയും കണ്ടെത്തുകയായിരുന്നു. അതായത് ആത്മഹത്യാശ്രമമാണ് എന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. അതായത് കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ ആത്മഹത്യാശ്രമമാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കുട്ടിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ഇതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഭർത്താവാണ് യുവതിയെ കഴുത്തറുത്ത നിലയിൽ മുറിയിൽ കണ്ടെത്തിയത്. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ ആത്മഹത്യ. എന്തെങ്കിലും ഒരു അസ്വാഭാവികത കുടുംബമോ ബന്ധുക്കളോ ആരോപിക്കുന്നുണ്ടോ? നിലവിൽ അത്തരം ആരോപണങ്ങളുമായി ആരും രംഗത്ത് എത്തിയിട്ടില്ല. സേതുലക്ഷ്മി, പോലീസും പറയുന്നത് അത്തരത്തിൽ തന്നെയാണ്. അതായത് ആദ്യം ഈ വിവരം പോലീസിൽ അറിയിക്കുന്നതും മൃതദേഹം കണ്ടെത്തിയതും ഭർത്താവ് തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബോഡി നാളെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുക. മറ്റെന്തെങ്കിലും തരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗം നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ മാത്രമായിരിക്കും ലഭ്യമാകുക. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അടുത്ത ദിവസമായിരിക്കും പിന്നീട് ബോഡി വീട്ടുകാർക്ക് നൽകുക. പക്ഷേ നിലവിൽ ഇപ്പോൾ അത്തരത്തിലുള്ള പരാതികൾ ഒന്നും തന്നെ ഉയർന്നിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. ശരി മാർട്ടിൻ.